ഒരു സാധനം ഇവിടെ വെച്ചിട്ട് വേണ്ടപ്പോലെ ചീത്ത വിളി അടി ബഹളം 24 മണിക്കൂർ. ആര് ചീത്ത വിളിക്കുന്നത്? ആര് വിളിക്കുന്നത്? ചീത്ത വിളിക്കുന്നത് അവര് ചുമ്മാ ആരെയും ചീത്ത വിളിക്കുന്നു. വർഷങ്ങളായി അവര് സത്യം പറഞ്ഞു സാറേ, ഞാൻ എന്റെ മക്കളെ സത്യമായിട്ട് അപ്പൊ അവരെ മലക്കറിയെല്ലാം ആരെ വാരിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല. ഞാൻ അവരെ പോയപ്പോഴേ ഞാൻ പോയി. ഞാൻ ഒന്നിനും പോയി വാരി വെച്ചതാണ്. ഞാൻ കള്ളം പറയുമോ സാറേ? എങ്ങനെ എന്റെ മുതൽ ഇങ്ങനെ നഷ്ടപ്പെട്ട ഞാൻ കള്ളം പറയുമോ സാറേ? സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ആദ്യമായിട്ട് സംഭവമാണോ? ഇത് 2-3 പ്രാവശ്യം സംഭവിച്ചു. പിന്നെ എന്നാലും ഞാൻ അത് പോയില്ല. എന്റെ ഭർത്താവാണെങ്കിൽ സുഖമില്ലാതെ നാളെ ഇനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ആശുപത്രിയിൽ കൊണ്ടുപോകണം. 2 ആഴ്ച കൊണ്ട് ഞാൻ വരണില്ല. എന്റെ ഭർത്താവ് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുകയാണ്. എന്നിട്ട് നാളെ ഞാൻ ഇനി മെഡിക്കലിൽ കൊണ്ടുപോകണല്ലേ. നിങ്ങളിവിടെ എത്ര വർഷം കൊണ്ട് ചെയ്യുന്നു? ഞാൻ 8 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എനിക്ക് 50,000 രൂപയൊക്കെ ലോൺ തന്നിട്ടുണ്ട്. ഇവിടെ വെളിയിൽ കച്ചവടം ചെയ്യാനോ? വഴിയോര കച്ചവടം 50,000 മുനിസിപ്പാലിറ്റി തന്നു. ഞാൻ പൈസ അടച്ചോണ്ടിരിക്കുകയാണ്. 2 മാസം കൊണ്ട് പൈസ അടയ്ക്കണില്ല. അപ്പൊ ഇവിടെ വെക്കുന്നതിന് മുനിസിപ്പാലിറ്റി കുഴപ്പമൊന്നും പറയില്ല? അതൊക്കെ പറയും. അവര് വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം സാറേ. എപ്പോഴാണോ പറയുന്നത് അപ്പോഴൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. പിന്നെ പാവം വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് വയറ് പിഴയ്ക്കുന്നത്. അപ്പൊ വേറെ എല്ലാം പോയോ? അതാ ഇത്ര തന്നെ പോയത്? കുറച്ച് സാധനങ്ങളൊക്കെ പോയിരിക്കുന്നു. ഇവിടെ വന്നപ്പോ എല്ലാം വാരി വിതറിയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നവരാണ് വാരി വെച്ചത്. അതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ സാറേ? അങ്ങനെയൊക്കെ ചെയ്യുന്നത് സാമൂഹിക വിരുദ്ധന്മാരാണെന്ന് തോന്നുന്നു. വേറെ ആരുമില്ല സാറേ. എനിക്ക് വേല തരാൻ ആരുമില്ല. 2 പെൺമക്കളാണ്. ഞാൻ യുവജന മാർഗം ചെയ്യുന്ന ഈ കച്ചവടം കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് വേറെ ആരും കൊണ്ട് തരാനും ഇല്ല. ഇവിടെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് ഇവിടെ വന്നിരുന്നു. സാമൂഹിക വിരുദ്ധന്മാരാണ് ഈ മലക്കറി എല്ലാം നശിപ്പിക്കുന്നത് അല്ലേ? പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയായി നെയ്യാറ്റിൻകരയിലെ വഴിയോര കച്ചവടക്കാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു വല്ലത് ചുറ്റുപാടാണ്. നിങ്ങളൊരു പരാതി കൊടുക്കുക കേട്ടോ. സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കും. ചീത്ത വിളി അടി ബഹളം എപ്പോഴും ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ ഒരു നിർബന്ധനായിട്ട് വന്നിരിക്കുകയാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങളൊരു പരാതി കൊടുക്കുക കേട്ടോ. ഇന്ന് തന്നെ കൊടുക്കണം. ഇതിനൊരു പരിഹാരം സ്റ്റേഷനിൽ നിന്നും കിട്ടും. പോലീസ് അതിൻ്റെ നീതി തരും കേട്ടോ. ശരി. പാവപ്പെട്ട മലക്കറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണിത്. ഇവരുടെ മലക്കറി ഇന്ന് രാവിലെ വന്നപ്പോൾ ഇവിടെ കാണാനില്ല. സാമൂഹിക വിരുദ്ധർ എടുത്തുകൊണ്ട് പോയെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് ഇതിൽ ശക്തമായി ഇടപെട്ട് ഇവർക്ക് നീതി വാങ്ങി കൊടുക്കണമെന്ന് DNA ന്യൂസ് അഭ്യർത്ഥിക്കുന്നു.